കഴിഞ്ഞ MLA ആയ ശേഷം എല്ലാ വർഷവും വേറെ ദിവസം വന്നുകൊണ്ടിരുന്നത്. ഇന്നാണ് ആദ്യമായിട്ട് ഈ ദിവസം വരാൻ സാധിക്കുന്നത്. കാരണം ഞങ്ങളിവിടെ പുതുപ്പള്ളി ഫെസ്റ്റ് നടക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ രാവിലെ ഇടയ്ക്ക് സമയം കണ്ടെത്തി ഞാൻ തിരിച്ചു പോകും. എന്റെ ഫാദർ ഉണ്ടായിരുന്നപ്പോ എല്ലാ ദിവസവും ഇപ്പൊ അദ്ദേഹം പൊങ്കാലയ്ക്ക് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വന്നിരിക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യമാണ്. അത് ഒരു വിധത്തിൽ തുടരാൻ സാധിക്കുന്ന സന്തോഷം. മതേതരത്തിന്റെ ഒരു സന്ദേശം കൂടിയല്ലേ ആറ്റുകാൽ പൊങ്കാല? തീർച്ചയായിട്ടും. അത് അതിന്റെ കൂട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച ഈ നഗരം ഒറ്റക്കെട്ടായിട്ട് സ്വാഗതം ചെയ്തു. വിവിധ പ്രദേശങ്ങളിലുള്ളവർ ഒരേ മനസ്സോടുകൂടിയാണ് സ്വാഗതം. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് എനിക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെന്നോട് നമ്മുടെ വീടിനടുത്തൊക്കെ പൊങ്കാലടുപ്പ് ഇടുമ്പോൾ എങ്ങനെയാണ് അവർക്ക് കൊടുത്ത സ്വീകരണമെന്നും അവർ നമുക്ക് പാച്ചോറൊക്കെ തരുന്നതൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യമാണ്. ഇന്ന് പാളയം ഇമാമിന്റെ കൂടി ഒരു ജസ്റ്റർ, റിയൽ കേരള സ്റ്റോറി എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും.